നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകൾ എന്ന സീരീസിൽ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആലപ്പുഴ ജില്ലക്കാരെല്ലാവരും ലൈക്ക് ചെയ്തോളൂ. വീഡിയോയിലേക്ക് കടക്കാം. ആലപ്പുഴ ജില്ല സ്ഥാപിതമായ വർഷം 1957 ഓഗസ്റ്റ് 17. ഏതു വർഷമാണ് ആലപ്പുഴ ജില്ല സ്ഥാപിതമായത്? 1957 ഓഗസ്റ്റ് 17. ആലപ്പുഴ ജില്ലയുടെ ജനസാന്ദ്രത എത്രയാണ്? 1501 ചതുരശ്ര കിലോമീറ്റർ. എത്രയാണ് ആലപ്പുഴ ജില്ലയിലെ ജനസാന്ദ്രത? 1501 ചതുരശ്ര കിലോമീറ്റർ. മുനിസിപ്പാലിറ്റി. എത്ര മുനിസിപ്പാലിറ്റിയാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്? 6. ആലപ്പുഴ ജില്ലയിൽ 6 മുനിസിപ്പാലിറ്റികളുണ്ട്. താലൂക്ക്. എത്ര താലൂക്കുകളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്? അതും 6 ആണ്. ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുകളുണ്ട്, 6 മുനിസിപ്പാലിറ്റികളുണ്ട്. ഗ്രാമപഞ്ചായത്ത്. എത്ര ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്? ആലപ്പുഴ ജില്ലയിൽ 72 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. 72 ഗ്രാമപഞ്ചായത്തുകളാണ് ആലപ്പുഴ ജില്ലയ്ക്കുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് 12 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. ആലപ്പുഴ ജില്ലയിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? 2. ആലപ്പുഴ ജില്ലയിൽ 2 ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഒന്ന് ആലപ്പുഴയും ഒന്ന് മാവേലിക്കരയും. ഏതൊക്കെയാണ് ആലപ്പുഴ ജില്ലയിലെ 2 ലോകസഭാ മണ്ഡലങ്ങൾ? ആലപ്പുഴയും മാവേലിക്കരയും. നിയമസഭാ മണ്ഡലങ്ങൾ. എത്ര നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്? 9 നിയമസഭാ മണ്ഡലങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. കടൽ തീരം. ആലപ്പുഴ ജില്ലയിലെ കടൽ തീരത്തിന്റെ നീളം എത്രയാണ്? 82 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. എത്രയാണ് ആലപ്പുഴ ജില്ലയിലെ കടൽ തീരത്തിന്റെ നീളം? 82 കിലോമീറ്റർ. ആലപ്പുഴയിലെ പ്രധാന നദികൾ ഏതൊക്കെ? മണിമല നദി, അച്ചൻകോവിൽ നദി, പമ്പ നദി. ഏതൊക്കെയാണ് ആലപ്പുഴ ജില്ലയിലെ പ്രധാന നദികൾ? മണിമല നദി, അച്ചൻകോവിൽ നദി, പമ്പ നദി. ഏതൊക്കെ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത്? കൊല്ലവും കോട്ടയവും. കൊല്ലവും കോട്ടയവും വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത്. ആലപ്പുഴ ജില്ലയുടെ ഭൂപ്രകൃതി എന്ന് നോക്കാം. ആലപ്പുഴയുടെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലും കിഴക്കു ഭാഗത്ത് പത്തനംതിട്ട, കോട്ടയം ജില്ലകളും വടക്കു ഭാഗത്ത് എറണാകുളം ജില്ലയും തെക്കു ഭാഗത്ത് കൊല്ലം ജില്ലയുമാണ്. ആലപ്പുഴ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്കു ഭാഗത്ത് പത്തനംതിട്ട, കോട്ടയം ജില്ലകൾ, വടക്കു ഭാഗത്ത് എറണാകുളവും തെക്കു ഭാഗത്ത് കൊല്ലം ജില്ലയുമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല? ആലപ്പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ലയാണ് ആലപ്പുഴ. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിൽ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിൽ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിൽ പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെ? ആലപ്പുഴയിലാണ്. 1857 പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. 1857 ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. വനപ്രദേശം കുറഞ്ഞ ജില്ല? ആലപ്പുഴ. കേരളത്തിൽ വനപ്രദേശം കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത്? വീയപുരം.
ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിയ്യപുരത്താണ്. മലകളില്ലാത്ത കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. മലകൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയെ ഒരു തുറമുഖ നഗരം ആയി വികസിപ്പിച്ച വ്യക്തി? ദിവാൻ രാജാ കേശവദാസൻ. ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ച വ്യക്തിയാണ് ദിവാൻ രാജാ കേശവദാസൻ. ദിവാൻ രാജാ കേശവദാസൻ ആലപ്പുഴ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാജാ കേശവദാസന്റെ പട്ടണം എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. ദിവാൻ രാജാ കേശവദാസൻ ആലപ്പുഴ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. രാജാ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്ന ജില്ല? ആലപ്പുഴ. കേരളത്തിൽ പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടായിരുന്ന ജില്ലയാണ് ആലപ്പുഴ. ശ്രീബുദ്ധന്റെ ഗ്രാനൈറ്റ് വിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെടുത്ത സ്ഥലം അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടിയാണ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടിയിൽ വെച്ചിട്ടാണ് ശ്രീബുദ്ധന്റെ ഗ്രാനൈറ്റ് വിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെടുത്തത്. കൺകണ്ട ദൈവം എന്ന് ദലൈലാമ വിശേഷിപ്പിച്ച ബുദ്ധമത വിഗ്രഹമാണ് കരുമാടിക്കുട്ടൻ. ദലൈലാമ കൺകണ്ട ദൈവം എന്ന് വിശേഷിപ്പിച്ച ബുദ്ധമത വിഗ്രഹം ഏതാണ്? കരുമാടിക്കുട്ടൻ. ഗാന്ധാരത്തിൽ നിന്നു ലഭിച്ച ബുദ്ധമത പ്രതിമയിൽ പരാമർശിക്കപ്പെട്ട ആലപ്പുഴയിലെ പ്രാചീന ബുദ്ധമത കേന്ദ്രമാണ് ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം. ഗാന്ധാരത്തിൽ നിന്നു ലഭിച്ച ബുദ്ധമത പ്രതിമയിൽ പരാമർശിക്കപ്പെട്ട ആലപ്പുഴയിലെ പ്രാചീന ബുദ്ധമത കേന്ദ്രം ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആലപ്പുഴ. ആലപ്പുഴയിലാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് ഈ പുന്നപ്ര വയലാർ സമരം നടന്നത്? 1946. 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യറാണ് പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപണിക്കറാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപണിക്കർ. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം? കുട്ടനാട്. കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം. കേരളത്തിലെ നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിലെ നെതർലൻഡ് അല്ലെങ്കിൽ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിലെ ഡച്ച് എന്നും കുട്ടനാട് അറിയപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ നെല്ലറ അല്ലെങ്കിൽ കേരളത്തിന്റെ അരിപ്പാത്രം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിന്റെ നെല്ലറ അല്ലെങ്കിൽ കേരളത്തിന്റെ അരിപ്പാത്രം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടക്കുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിൽ സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി നടക്കുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. പമ്പയുടെ ദാനം, പമ്പയുടെ സമ്മാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. പമ്പയുടെ ദാനം, പമ്പയുടെ സമ്മാനം എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാടാണ്. കുട്ടനാടിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി. കുട്ടനാടിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ഏത് ഗ്രാമമാണ്? നൂറനാട്. ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം ഏതാണ്? ചന്തിരൂർ. ആലപ്പുഴ ജില്ലയിലെ ചന്തിരൂർ എന്ന ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ? കായംകുളം. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? കായംകുളം.
കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചത് എവിടെ? അരൂർ. ആലപ്പുഴ ജില്ലയിലെ അരൂർ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം? വയലാർ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ആലപ്പുഴ ജില്ലയിലെ വയലാറാണ്. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയാണ് കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണ്? ഡാറാസ് മെയിൽ ആണ് 1859 ആലപ്പുഴയിൽ പ്രവർത്തനമാരംഭിച്ച ഡാറാസ് മെയിൽ ആണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി. ഡാറാസ് മെയിൽ എന്ന ഫാക്ടറി സ്ഥാപിച്ച വ്യക്തി? ജെയിംസ് ഡാറയും ഹെൻറി സെയും. ജെയിംസ് ഡാറ, ഹെൻറി സെയ് ഈ രണ്ട് വ്യക്തികളാണ് ഡാറാസ് മെയിൽ എന്ന ഫാക്ടറി സ്ഥാപിച്ചത്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കലവൂരാണ്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലവൂർ. കേരള കയർ ബോർഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴ ജില്ലയിൽ. കേരള കയർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കയർ കേരളം 2014 പ്രോഗ്രാം നടന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഇതിന്റെ ഉദ്ഘാടനം AK ആന്റണി ആയിരുന്നു നിർവഹിച്ചിരുന്നത്. കയർ കേരള 2014 പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതാരാണ്? AK ആന്റണി. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത്? കഞ്ഞിക്കുഴി പഞ്ചായത്ത്. 1995-96 കാലഘട്ടത്തിലാണ് സ്വരാജ് ട്രോഫി നേടുന്നത്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത്. ഏത് വർഷമാണ്? 1995-96. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം? നെടുമുടി. ആലപ്പുഴ ജില്ലയിലെ നെടുമുടി എന്ന ഗ്രാമമാണ് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകമാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? വേമ്പനാട്ട് കായലാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. പാതിരാമണൽ ദ്വീപ് എവിടെ സ്ഥിതി ചെയ്യുന്നു? വേമ്പനാട്ട് കായലിൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ബണ്ടായ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത്? ഹരിപ്പാടാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രസിദ്ധ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണപ്പെടുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കേരളത്തിലെ പ്രസിദ്ധ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണപ്പെടുന്നത് കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ച സ്ഥലം കാർത്തികപ്പള്ളിയാണ്. കാർത്തികപ്പള്ളിയിലാണ് കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത്. പണ്ട് കാലത്തെ കാർത്തികപ്പള്ളി അറിയപ്പെട്ടിരുന്നത് ബെറ്റിമേനി എന്നായിരുന്നു. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലാണ് പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ. ആലപ്പുഴയിലാണ് മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കലവൂർ. ആലപ്പുഴ ജില്ലയിലെ കലവൂരിലാണ് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് സ്ഥിതി ചെയ്യുന്നത്.